ദഹനക്കാരൻ ഗോവിന്ദനാശാന്റെ എന്റെ മുത്തശ്ശനാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ. ഇങ്ങനെ തെക്കേ കോവിലത്തെ കൊച്ചി തമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ ആ അടപ്രഥമന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. ഇപ്പൊ മനസ്സിലായി നമ്മളാരണാവോ? ഞാനോ? വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ? ഒന്ന് നിർത്തോ നേരെ, കൊറേ നേരായി പല്ലില്ലാണ്ട്. പൂട്ടാ ചരക്ക് റെഡിയായി. എണ്ണ എടുത്തിട്ട് വാ. എണ്ണ എടുത്തിട്ട് വരാൻ. പിന്നെ ഈ മലക്കരയൊക്കെ ആ ചരക്ക് അടുപ്പേ കയറാൻ പറ. ഇതൊന്ന് പിടിച്ചേ. സോറി. എന്നോട് വലിച്ചെടുത്ത ബാലു, ലോഡ്ജിൽ അന്വേഷിച്ചപ്പോ മാറിപ്പോയെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടെന്താ എന്നെ അറിയിക്കാത്തത്? പിന്നെ ബോംബെ ഒരു ലോഡ് മെഡിസിൻ എത്താനുണ്ട്. ഇന്നോ നാളെയോ എത്തിയാലുടനെ നീതുവിനെ ഒന്ന് കാണാനിരുന്നാ. എന്നാൽ ഇപ്പൊ കണ്ടത് കാര്യായി. ഒരു വിശേഷമുണ്ട്. എന്താ നീതു? നാളെ എത്ര തീയതി? നാളെ 9. ഇനി പറയാമോ? 9. മണ്ണാങ്കട്ട. നാളെ എന്റെ പിറന്നാളാ, ബർത്ത്ഡേ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. പറഞ്ഞോളൂ, പാർട്ടി തരാം. എവിടെ വെച്ച് വേണം? ബാലു ഇപ്പൊ എവിടെ താമസിക്കുന്നത് പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഞാൻ 2-3 ഓഫീസേഴ്സുമായിട്ട് ഒരു വീടെടുത്ത് താമസിക്കാം. എന്നാ പാർട്ടി വീട്ടിലാക്കാം. അയ്യോ, അത് വേണ്ട. അവരൊരുമാതിരി നമ്മളെക്കാൾ പ്രായ കൂടുതലുണ്ട്. കമ്പനി ശരിയാവില്ല. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നീതു, നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് നടത്താം. വേറെ എവിടെയും വേണ്ട, ഇത്തവണ ബാലുവിന്റെ വീട്ടിൽ മതി. ഓക്കെ? ഓക്കെ. ഇന്നലത്തെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ്? വെനി വെനി റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ. നല്ല ഇംഗ്ലീഷ് നിർത്ത്. ലക്കി വിഷസ്. സൗകര്യങ്ങളൊക്കെ നാളും പിറന്നാളൊക്കെ ഇവനല്ലേ അറിയുള്ളൂ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോയനല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും കളിയാക്കേ ഉള്ളൂ. പ്രായത്തിനെങ്കിലും ബഹുമാനിക്കുന്ന കുട്ടി. പോട്ടെ അങ്കിളെ. അങ്കിളെ, കള്ളനാണെങ്കിൽ അവൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ ഒപ്പിച്ചു. അയല് വലിയ കാര്യമൊന്നുമില്ല. അതാർക്കപ്പ പറ്റാത്ത. പിന്നെ അതൊന്നും ഒരു ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ചുമ്മാ ഇരിടോ. എങ്ങനെ അതൊന്നും ഒരു ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു എലിമോന്ത ഞാൻ ഒറ്റ വീക്ക് വിക്കാറില്ല. കാഞ്ഞിരക്കായുപ്പിലിട്ടത് മോള് തിന്നോടി. ഇപ്പം കാട്ടുതേനുണ്ണാന് കുഞ്ഞിന് പേടിയായോടി. എങ്ങിനിരുന്നാലും എന്തെല്ലാം വന്നാലും എന്നാലും ഒന്നാണ് നമ്മളൊന്ന്.
ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ബാലുവിന് നീതുനെ വീണ് കിട്ടി. നമുക്ക് ഈ ചായക്കടയിലൊന്ന് അന്വേഷിക്കാം. ആ നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമലൈക്കും. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. ഇവിടെ അടുത്ത് കരുണൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് എവിടെയാ? ഓ, ദാനശീലം കാരണം ആ, അതന്നെ. അമ്പലത്തിനായാലും പള്ളിക്കായാലും മരുന്നിനായാലും കല്യാണത്തിനായാലും വാരി കോരി കൊടുക്കും. അല്ല നമ്മളെ സുഖീനല്ലത്. എന്റെ കർത്താവ് ഇതാകെ പ്രശ്നമാവല്ലോ. കർത്താവ് എന്നൊന്നും പറയരുതെന്ന് ഓർക്ക് മനസ്സിലാവൂലെന്ന്. ചുമ്മാരിക്കാം. അദ്ദേഹത്തിന്റെ വീട് ഏത് ഭാഗത്തായിട്ട് വരും? നേരെ നടക്കുക ഒരു 200 വാര ആ പാലം കടന്ന് വലതുവശത്ത് കാണുന്ന ആദ്യത്തെ ഓടിട്ട വീട്. ഇത്രയും പഴയ വീട്ടിൽ കയറിയാ വല്ലതും കിട്ടുമോ? താൻ പുതിയ വീട്ടിൽ പോയി കയറ്. ഇവിടെ വല്ലതും കാണത്തുള്ളൂ. കയറ് വേണ്ടി വരൂ. എന്തിനാ തൂങ്ങിച്ചാവാനാ? ഒന്നും മിണ്ടാതിരിക്കടോ. ഒരു താക്കോലും ഇഷ്ടപ്പെടാത്തൊരു കൂട്ട്. ഒരു പൂട്ടുണ്ടാക്കി വെച്ചേങ്ങനത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എന്തിനാ ഇത് രാത്രി കാലങ്ങളിൽ പൂട്ടി? ലൈറ്റ് ഒന്ന് അടിച്ചോളൂ. ഒന്ന് മാറി. ഇവനും തുറന്നു വെച്ചാൽ എന്താ ചെയ്യാ? കോളിംഗ് ബെൽ അടിച്ചാലോ? എന്താ വെളിച്ചത്തെ പേടിയാണല്ലേ? ഇരുട്ടിനോടാണ് താല്പര്യം. പരിശീലനം പോരാ. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് മോഷണത്തിന് ഇറങ്ങിയത് അല്ലേ? ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് എല്ലാം പറ്റിയ പണിയല്ല മോഷണം. അതൊരു കലയാണ്. മോഷ്ടിക്കാൻ കയറുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ശരിക്കും അറിയില്ല. രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. എന്ത് ചെയ്യണം? രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. പക്ഷെ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം. സർ, ഞങ്ങൾ മോഷ്ടാക്കൾ മനസ്സിലായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഷണത്തിന് ന്യായീകരണമില്ല. അനങ്ങരുത്. സർ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഒരബദ്ധം പറ്റിയതാ. മോഷണത്തിന് തീരുമാനിച്ചിറങ്ങിയതോ അതോ ഇവിടെ ഇങ്ങനെ എന്റെ മുമ്പിൽ അകപ്പെട്ടതോ? ഏതാണ് ഈ അബദ്ധം? ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ആരെങ്കിലും സമ്പാദിച്ച മുതലൊക്കെ കട്ടെടുക്കാവെന്ന് കരുതി. പക്ഷെ വിദഗ്ധമായി മോഷ്ടിച്ച് വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞങ്ങൾ ഈ പണി ചെയ്യത്തില്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും? കർത്താവിനെ ഓർത്ത് പോലീസിനെ കൊണ്ട് തല്ലിക്കരുത്. അതിന് ഞാൻ പോലീസിനെ വിളിച്ചില്ലല്ലോ. പടച്ചാനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടാ മതി, നമ്മൾ പോയിക്കോളാം. പോകാതിരിക്കാൻ ഞാൻ ആരുടെയും കൈയും കാലും കെട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസത്തെ പത്രം, ഇതിലൊരു വാർത്തയുണ്ട്. കല്യാണ വീട്ടിൽ മോഷണം.
വധു ആത്മഹത്യ ചെയ്തു. വളരെ ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്താണ്. ഒരു സാധു മനുഷ്യൻ അയാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി കിടപ്പാടം പോലും വിറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. കല്യാണത്തിന് തലേ ദിവസം അവിടെ പാചകക്കാരായിട്ട് ചെന്നവര് ആ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അന്ന് ആ കല്യാണപ്പന്തലിൽ അണിഞ്ഞൊരുങ്ങി നവവധുവായി നിൽക്കേണ്ട ആ പെൺകുട്ടി തന്റെ സകല സ്വപ്നങ്ങളും തകർന്നു എന്നറിഞ്ഞപ്പോ ഒരു കഷ്ണം കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചു. ഏതോ ഒരു പെണ്ണിന്റെ മരണവാർത്ത കേട്ടപ്പോ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒന്നുമില്ല സാർ. ഉണ്ട്. ഒന്നുമില്ല സാർ. അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നടന്ന എല്ലാ മോഷണങ്ങളുടെയും പിന്നിൽ നിങ്ങളുണ്ട്. ഇല്ല സാർ, ദേവി ഇത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിത് ആദ്യമായിട്ടാ പിടിക്കപ്പെടുന്നത് അല്ലേ? അല്ല, മോഷ്ടിക്കുന്ന. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. കള്ളന്മാർക്ക് കൈ കിട്ടുന്നത് എന്തും മോഷ്ടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു ലോകം തന്നെ കീഴടക്കാം, രാജാവാകാം. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ പശ്ചാത്തപിക്കാം, ശരിയല്ലേ? അതെ സാർ. പക്ഷേ നമ്മുടെ കയ്യബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവൻ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ശരീരം, ഇതെല്ലാം പ്രായം മനുഷ്യന് തരുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഒരിക്കൽ മനസ്സ് ചെല്ലുന്നിടത്ത് കൈ എത്താതാകും. കാലത്തിന്റെ വികൃതി. അന്ന് മനസാക്ഷി നൊമ്പരപ്പെടും. ഞാനതാണ്. ഇവിടുന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു? പറയൂ, ധൈര്യമായി പറയൂ. കൈ കിട്ടുന്നത് എന്തും. ഓ, വെളിച്ചം പ്രശ്നമാണല്ലോ അല്ലേ? ഞങ്ങളെ തിരിച്ചു പോകാൻ അനുവദിക്കണം. ശരി, പൊയ്ക്കോളൂ. ഇതിലേ അല്ല, അതാണ് നേർവഴി. നിക്ക്. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. പകലായാലും രാത്രിയായാലും മാന്യമായി ഈ വഴിയിലൂടെ.